തെരഞ്ഞെടുപ്പ് കാലത്ത് പോസ്റ്ററുകളിലെ മാസ് ഡയലോഗുകൾ അപ്രത്യക്ഷമാകുന്നു. പോസ്റ്ററുകളും ഫ്ലക്സുകളും അടിച്ച് പ്രചാരണം നടത്തുന്നതിനേക്കാൾ സോഷ്യൽ മീഡിയ കത്തിക്കാനാണ് സ്ഥാനാർത്ഥികൾക്ക് താല്പര്യം. മുൻപത്തേതുപോലെ തന്നെ വികസന നായകൻ, നാടിന്റെ നായകൻ, മാറ്റത്തിനൊപ്പം തുടങ്ങിയ സാധാ ഡയലോഗുകൾ മാത്രമേ ഇത്തവണയും പ്രചാരണത്തിന്റെ തുടക്കത്തിൽ കാണാനുള്ളൂ. കൂടുതൽ ഇന്നോവേഷനൊന്നും പോസ്റ്റർ പ്രചാരണത്തിൽ ഇല്ലെന്ന് മുന്നണി സ്ഥാനാർത്ഥികളും സമ്മതിക്കുന്നു. ചുവരെഴുത്തിനൊന്നും ഇപ്പോൾ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. സിറ്റിംഗ് MLA-മാർ തന്നെ മിക്കയിടത്തും മത്സരിക്കുന്നതിനാൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വരുന്നത് ഇടതുമുന്നണിക്കാണ്. പഴയ പോസ്റ്റർ പൊടിതട്ടിയെടുത്താണ് പ്രചാരണമെന്നാണ് ആക്ഷേപം. പോസ്റ്ററുകൾ പലതും അടിച്ചു വെക്കുകയല്ലാതെ ഒട്ടിക്കാത്ത അവസ്ഥ പലയിടത്തും ഉണ്ടാകാറുണ്ടെന്ന് സ്ഥാനാർത്ഥികൾ പറയുന്നു. സോഷ്യൽ മീഡിയ വഴിയാകുമ്പോൾ ആ പ്രശ്നം ഉദിക്കുന്നില്ല. അതേസമയം ഓരോ സ്ഥാനാർത്ഥിയും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും സോഷ്യൽ മീഡിയ വഴിയും അണികളെ കൊണ്ട് പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട്. സകലതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് മാറിയ കാലത്ത് മാറി ചിന്തിക്കാൻ സ്ഥാനാർത്ഥികളും നിർബന്ധിതരാവുകയാണ്. AI സാധ്യത ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. വീഡിയോകളും റീലുകളും പ്രത്യേക പാക്കേജിൽ ഏജൻസികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ പ്രായക്കാരെയും സ്വാധീനിക്കുന്ന പ്രത്യേകം റീലുകളുമുണ്ട്. യുവ വോട്ടർമാരെയാണ് കൂടുതലും റീലുകൾ വഴി ഉന്നമിടുന്നത്. ഇതിനൊക്കെ പുറമെ പ്രാദേശിക ചാനലുകളും ഓൺലൈൻ ചാനലുകളും വഴിയും പ്രചാരണം കൊടുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായി സന്ദേശം അയക്കുന്ന സംവിധാനവുമുണ്ട്.